വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്? അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2.5 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. ഈ പച്ചരി ഏറ്റവും നന്നായിട്ട് കഴുകണം. അത് കഴിഞ്ഞിട്ട് ഒരു 2 മണിക്കൂർ വെള്ളത്തിലിട്ടിട്ട് കുതിർത്താൻ വേണ്ടിയിട്ട് വെക്കണം. അങ്ങനെ പച്ചരി കുതിർത്തിയെടുത്താൽ മാത്രമേ നമ്മൾ മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കുമ്പോൾ നല്ല പേസ്റ്റ് പോലെ അരഞ്ഞു കിട്ടുള്ളൂ. ഇതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് ശർക്കരയാണ് ചേർക്കുന്നത്. ഞാനിവിടെ 400 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. ഈ കലത്തപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ചോറും ചേർക്കുന്നുണ്ട്, ബേക്കിംഗ് സോഡയും ചേർക്കുന്നുണ്ട്. ഞാനിവിടെ 5 ടേബിൾ സ്പൂൺ ചോറ് എടുത്തിട്ടുണ്ട്. ആ ചോറ് നമുക്ക് ഇഷ്ടമുള്ള ടൈപ്പ് ചോറ് എടുക്കുക. നമ്മൾ കഴിക്കുന്ന ഏത് ടൈപ്പ് ചോറായിരുന്നാലും കുഴപ്പമില്ല. പിന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും വേണം. ഇതിലേക്ക് വറുത്ത് ചേർക്കാൻ വേണ്ടിയിട്ട് തേങ്ങക്കൊത്തും വേണം, ചുവന്നുള്ളിയും വേണം. തേങ്ങക്കൊത്ത് ഞാനിവിടെ ഒരു തേങ്ങയുടെ പകുതി തേങ്ങ എടുത്തിട്ട് നല്ല കനം കുറച്ചിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ചുവന്നുള്ളി ഞാനിവിടെ ഒരു 12 വലിയ ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും നല്ല കനം കുറച്ചിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കണം. അത് കഴിഞ്ഞിട്ട് ഇത് ഏറ്റവും ആദ്യം ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. അത് കഴിഞ്ഞിട്ട് വേണം ഇത് ബാറ്ററിലേക്ക് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് ഏലക്കായയുടെ പൊടിയും വേണം. ഈ കലത്തപ്പം ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒന്നല്ലെങ്കിൽ നെയ്യിൽ ഫ്രൈ ചെയ്തിട്ടെടുക്കുക, അല്ലെങ്കിൽ വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തിട്ടെടുക്കുക, അല്ലെങ്കിൽ നെയ്യും വെളിച്ചെണ്ണയും കൂടിയിട്ട് രണ്ടും മിക്സ് ചെയ്തിട്ടാണെങ്കിലും ഫ്രൈ ചെയ്തിട്ടെടുക്കുക. അത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം. അപ്പം നമുക്ക് നോക്കാം ഇതെങ്ങനെ കലത്തപ്പാക്കാന്ന്. ഈ ശർക്കര മെൽറ്റാക്കിയിട്ട് എടുക്കുക. ഞാനിവിടെ 400 ഗ്രാം ശർക്കരയ്ക്ക് 1/2 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. ഈ ശർക്കര പാനിയിലാണ് ഈ പച്ചരി അരച്ചിട്ട് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ശർക്കര പാനി ഉരുക്കിയെടുക്കുമ്പോൾ ഒരുപാട് വെള്ളം ചേർക്കരുത്. കൂടുതൽ വെള്ളം ചേർത്തിട്ടുണ്ടെങ്കിൽ ഈ ശർക്കര പാനി മുഴുവനും നമുക്ക് അരി അരച്ചെടുക്കുമ്പോൾ ചേർക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഈ ഫസ്റ്റ് ശർക്കര മെൽറ്റാക്കിയിട്ട് എടുക്കുക. അതിന് വേണ്ടിയിട്ട് ഈ പാത്രത്തിലേക്ക് വെള്ളമാണ് ചേർക്കുന്നത്. ഇതിലേക്ക് 400 ഗ്രാം ശർക്കര ചേർക്കാം. ശർക്കര ചേർക്കുമ്പോൾ ഇതേപോലെ പൊടിച്ചിട്ട് ചേർക്കാം. അപ്പോൾ അത് വെള്ളത്തിൽ പെട്ടെന്ന് അങ്ങോട്ട് മെൽറ്റായി കിട്ടും. ഈ തീ ഓണാക്കാം. ഇനി അരി നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ടെടുക്കുക. അതിന് വേണ്ടിയിട്ട് ഈ ജാറിലേക്ക് അരി ചേർക്കുക. പിന്നെ കഴിഞ്ഞ ദിവസം എനിക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. അവർ ചോദിച്ചിരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പച്ചരിയും പിന്നെ ഇഡ്ഡലി റൈസും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഇഡ്ഡലി റൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പച്ചരിയാണോ എന്നാണ് അവർ ചോദിച്ചിരുന്നത്. അപ്പോൾ ഇഡ്ഡലി റൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പച്ചരിയല്ല. ഇഡ്ഡലി റൈസ് ഒന്ന് പതുക്കെ പുഴുങ്ങിയിട്ട് അത് ഉണക്കിയിട്ടെടുക്കും. പുഴുങ്ങലരി ആകുമ്പോൾ അത് നന്നായിട്ട് പുഴുങ്ങിയിട്ടെടുക്കും. പച്ചരി ആകുമ്പോൾ അത് പുഴുങ്ങാണ്ടെടുക്കും. അപ്പോൾ ഇഡ്ഡലി റൈസ് പതുക്കെ ഒന്ന് പുഴുങ്ങിയിട്ടെടുക്കുമ്പോൾ ആ ഇഡ്ഡലി റൈസിൻ്റെ സ്റ്റാർച്ച് കുറച്ച് കുറഞ്ഞ് കിട്ടും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ സ്റ്റാർച്ച് ഭയങ്കര കുറവായതുകൊണ്ട് ഇഡ്ഡലിക്ക് നല്ല സോഫ്റ്റായിട്ട് വരും. അപ്പോൾ പച്ചരി അരിയിൽ സ്റ്റാർച്ച് കൂടിയിട്ടുണ്ടെങ്കിൽ എന്തുണ്ടാകുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിങ്ങനെ സോഫ്റ്റായിട്ട് പൊന്തി വരില്ല, അതിങ്ങനെ അപ്പം പോലെ ഇരുന്ന് പോകും. അപ്പോൾ അതുകൊണ്ടാണ് ഇഡ്ഡലി അല്ലെങ്കിൽ ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇഡ്ഡലി റൈസ് എടുക്കാൻ വേണ്ടിയിട്ട് പറയുന്നത്. അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്നത് സാധാരണ പച്ചരിയാണ് എടുത്തേക്കുന്നത്. ഇത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് വെള്ളമല്ല ചേർക്കുന്നത്, ശർക്കരപ്പാനിയാണ് ചേർക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും ആദ്യം വെള്ളം ചേർത്ത് അരച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ശർക്കരപ്പാനി ചേർക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ ഇതിനകത്ത് വെള്ളം കൂടിപ്പോവും. അപ്പോൾ നമുക്കിത് ശർക്കരപ്പാനിയിൽ അരച്ചിട്ടെടുക്കുക. പിന്നെ അരി നിങ്ങൾ എപ്പോൾ അരച്ചെടുക്കുമ്പോഴായിരുന്നാലും ഒരുപാട് വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കരുത്. ഒരുപാട് വെള്ളം ചേർത്ത് അരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അരി ശരിക്കും അരഞ്ഞു കിട്ടില്ല. അപ്പോൾ ഇതിലേക്ക് ശർക്കരപ്പാനി ചേർക്കാം. ഇത് നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ടെടുക്കാം. അപ്പോൾ ഇത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് പകർത്താം. ഇനി ബാക്കിയുള്ള അരിയും ഇതേപോലെ തന്നെ അരച്ചിട്ടെടുക്കാം. ഇതിലേക്ക് 5 ടേബിൾ സ്പൂൺ ചോറ് ചേർക്കാം. ഞാനിവിടെ ഈ അരയ്ക്കാനെടുത്ത ഈ പച്ചരി തന്നെ വേവിച്ചിട്ട് ചോറാക്കിയിട്ടാണ് ചേർക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന സാധാരണ ഏത് ടൈപ്പ് ചോറായിരുന്നാലും കുഴപ്പമില്ല. ഇതിലേക്ക് ബാക്കിയുള്ള ശർക്കരപ്പാനി കൂടിയും ചേർക്കാം. ഇതിലേക്ക് ഏലക്കായ ചേർക്കാം. ഏലക്കായ ഒന്നര നിങ്ങൾക്ക് സെപ്പറേറ്റ് പൊടിച്ചിട്ട് ചേർക്കാം, അല്ലെങ്കിൽ ഈ അരിയുടെ കൂടെ ഇട്ടിട്ട് അരച്ചിട്ട് എടുക്കുക. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ ഏലക്കായാണ് ചേർക്കുന്നത്. അല്ലെങ്കിൽ ഏലക്കായ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർക്കാം. അല്ലെങ്കിൽ ഏലക്കായ ഇതിൻ്റെ കൂടെ ഇട്ട് അരച്ചെടുക്കണമെന്നില്ല, സെപ്പറേറ്റ് ഏലക്കായ പൊടിച്ചിട്ട് ചേർത്താലും മതി. അത് ഏലക്കായയുടെ കുരു മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും ആദ്യം മിക്സിയിലിട്ടിട്ട് പതുക്കെ ഒന്ന് കറക്കിയിട്ടെടുക്കുക. ഒന്ന് കറക്കിയെടുക്കുമ്പോൾ ആ ഏലക്കായമേന്ന് തൊണ്ടും അതിൻ്റെ സീഡ്സും സെപ്പറേറ്റ് ആയിട്ട് വരും. അത് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് ആ തൊണ്ടെടുത്ത് മാറ്റിയിട്ട്
പിന്നെ ഏലക്കായ നല്ല പൊടി പോലെ പൊടിച്ചിട്ടിടുക. പിന്നെ കുറച്ച് ഏലക്കായൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഭയങ്കര പാടായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാരയും കൂടിയും ചേർത്തിട്ട് പൊടിച്ചിട്ടിടുക. മധുരമുള്ള സാധനങ്ങളൊക്കെ ആകുമ്പോൾ പഞ്ചസാര ചേർത്തിട്ട് പൊടിച്ചിട്ടെടുക്കുക. പിന്നെ കറിയിലേക്ക് ചേർക്കുമ്പോൾ ഏലക്കായ തന്നെയായിട്ട് പൊടിച്ചിട്ടെടുക്കുക. ഇതൊട്ടും തരിയില്ലാണ്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് മാവ് അരച്ചെടുത്ത് കഴിയുമ്പോൾ ഒരുപാട് തിക്കായിട്ടിരിക്കുകയും ചെയ്യരുത്, ഒരുപാട് വെള്ളം പോലെ ഇരിക്കുകയും ചെയ്യരുത്. ഇതേപോലെ ഇങ്ങനെ കുറച്ച് തിക്കായിട്ടിരിക്കണം. ഇനി ഇതിലേക്ക് ബേക്കിംഗ് സോഡ ചേർക്കാം. ഞാൻ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ചേർക്കുന്നത്. നിങ്ങൾ ഈ ബേക്കിംഗ് സോഡ എപ്പോഴും എടുക്കുമ്പോൾ ബേക്കിംഗ് സോഡയ്ക്ക് എക്സ്പയറി ഡേറ്റ് ഭയങ്കര കുറവായിരിക്കും. നിങ്ങൾ എടുക്കുമ്പോൾ അതിൻ്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കണം ബേക്കിംഗ് സോഡ എടുക്കുമ്പോൾ. പക്ഷേ ബേക്കിംഗ് പൗഡറിനൊക്കെയും ഒരു വർഷം അല്ലെങ്കിൽ 2 വർഷമൊക്കെയും എക്സ്പയറി ഡേറ്റ് ഉണ്ടാവും. ഈ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറൊക്കെയും ചൂടാക്കുമ്പോഴാണ് അത് ആക്റ്റീവ് ആവുന്നത്. ഈസ്റ്റ് ചൂടാക്കുമ്പോൾ ഈസ്റ്റ് ആക്റ്റീവ് ആവില്ല. ഈസ്റ്റ് ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മളത് ഫെർമെൻറ്റേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോഴായിരിക്കും ഈസ്റ്റ് ചേർത്തിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ നല്ല സോഫ്റ്റായിട്ട് ഇങ്ങനെ ചെറുതായിട്ടിങ്ങനെ പുളിച്ചിട്ട് വരും. പക്ഷേ ഈസ്റ്റ് നമ്മൾ ചേർത്ത വഴിക്ക് തന്നെ നമ്മളെന്തെങ്കിലും ഒരു സാധനം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ ഈസ്റ്റ് വർക്ക് ചെയ്യില്ല. ഈസ്റ്റ് ഒരു നല്ല ചൂടിലേക്കും ഈസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഈസ്റ്റ് ഡൈ ചെയ്ത് പോകും. ഞാൻ അതേപോലത്തെ ഒരു വീഡിയോ ഞാൻ യൂട്യൂബിൽ മലയാളത്തിൽ കണ്ടിരുന്നു. അത് അവർ ഈസ്റ്റ് ചേർത്ത് കഴിഞ്ഞിട്ട് അപ്പോൾ തന്നെ ഇതേപോലെ കലത്തപ്പം ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ഞാൻ കണ്ടത്. പക്ഷെ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈസ്റ്റ് ഒരു സമയത്തും വർക്ക് ചെയ്യില്ല. ഈസ്റ്റ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈസ്റ്റ് ഫെർമെൻറ്റേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ ഇതിലേക്ക് ഒരു 2 നുള്ള ഉപ്പും കൂടിയും ചേർക്കുക. അത് നമ്മൾ എന്തും നല്ല മധുരമുള്ള എന്തുണ്ടാക്കുമ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പും കൂടിയും ചേർത്തിട്ടുണ്ടെങ്കിൽ അതിന് കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഈ മാവ് ഒരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കുക. ആ സമയം കൊണ്ട് ഇതിലേക്കുള്ള ചുവന്നുള്ളിയും ആ തേങ്ങക്കൊത്തും വറുത്തിട്ടെടുക്കുക. അപ്പോൾ ഇത് നീക്കി മൂടി വയ്ക്കുക. ഈ തേങ്ങക്കൊത്തും ചുവന്നുള്ളിയും വറുത്തിട്ടെടുക്കുക. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വെളിച്ചെണ്ണയിലാണ് വറുത്തിട്ടെടുക്കുന്നത്. അത് നിങ്ങൾക്ക് നെയ്യിൽ വേണമെങ്കിൽ നെയ്യിൽ വറുത്തിട്ടെടുക്കുക, അല്ലെങ്കിൽ നെയ്യും വെളിച്ചെണ്ണയും കൂടിയിട്ട് രണ്ടും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടും വറുത്തിട്ടെടുക്കുക. എന്നിട്ട് ഇത് വറുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ആ ബാക്കി വരുന്ന വെളിച്ചെണ്ണയിൽ തന്നെ ഈ കലത്തപ്പം നമുക്ക് ചുട്ടെടുക്കുകയും ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് നെയ്യിൽ വേണമെന്നുണ്ടെങ്കിൽ നെയ്യിലുണ്ടാക്കുക. ഇതിവിടെ നല്ല തണുപ്പായതുകൊണ്ട് ഇത് വെളിച്ചെണ്ണയാണ്, തണുപ്പായതുകൊണ്ടാണ് വെളിച്ചെണ്ണ ഇതേപോലെ കട്ട പിടിച്ചിരിക്കുന്നത്. ഈ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് തേങ്ങക്കൊത്ത് ചേർക്കാം. തേങ്ങക്കൊത്തും ചുവന്നുള്ളിയും രണ്ടും സെപ്പറേറ്റ് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. രണ്ടും കൂടിയിട്ട് ഒരുമിച്ച് ചേർക്കരുത്, കാരണം രണ്ടിൻ്റെയും വേവിന് സമയത്തിൽ വ്യത്യാസമുണ്ട്. ഈ തേങ്ങക്കൊത്ത് മുരിഞ്ഞ് നല്ലൊരു ഗോൾഡൻ കളറാവണം. തേങ്ങക്കൊത്തൊക്കെയും കുറച്ച് കൂടുതൽ ചേർത്താലും കുഴപ്പമില്ല, കലക്കട്ടതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും. നിങ്ങൾക്ക് തേങ്ങക്കൊത്തൊക്കെയും ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ചേർക്കാം. തേങ്ങക്കൊത്തും ചേർക്കാം, ചുവന്നുള്ളിയും ചേർക്കാം. പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് കാഷ്നട്ട് വേണമെന്നുണ്ടെങ്കിൽ കാഷ്നട്ടും ചേർക്കാം. ചിലവർ കലത്തപ്പം ഉണ്ടാക്കുമ്പോൾ കാഷ്നട്ടും കൂടിയും ചേർക്കാറുണ്ട്. അപ്പോൾ കാഷ്നട്ടും ഇതേപോലെ തന്നെ വറുത്തിട്ട് ചേർക്കാം. അപ്പോൾ തേങ്ങക്കൊത്ത് മുരിഞ്ഞ് നല്ലൊരു ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇത് ഓയിലിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇതിലേക്ക് ചുവന്നുള്ളി ചേർക്കാം. അപ്പോൾ ചുവന്നുള്ളി മുരിഞ്ഞിട്ട് നല്ലൊരു ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇനി ഇതും ഈ വെളിച്ചെണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം. ഈ ബാക്കി വന്ന വെളിച്ചെണ്ണ കലത്തപ്പം ചുട്ടെടുക്കുമ്പോൾ അതിലേക്ക് ചേർക്കാം. പക്ഷേ ഇത്രയ്ക്കും വെളിച്ചെണ്ണ മതിയാവില്ല, കുറച്ചും കൂടി എക്സ്ട്രാ വേറെ ചേർക്കേണ്ടി വരും. ഇപ്പോൾ ഈ മാവ് ഞാനിവിടെ ഒരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് വറുത്തെടുത്തേക്കണ തേങ്ങക്കൊത്തും ചുവന്നുള്ളിയും മിക്സ് ചെയ്തിട്ടെടുക്കണം. അത് മുഴുവനും മിക്സ് ചെയ്യേണ്ട, കുറച്ച് ഇതിലേക്ക് മിക്സ് ചെയ്യുക. പിന്നെ ബാക്കിയുള്ളത് ഏറ്റവും ലാസ്റ്റ് കലത്തപ്പത്തിൻ്റെ മുകളിലും കുറച്ച് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണം. അപ്പോൾ ഇതിലേക്ക് തേങ്ങക്കൊത്ത് ചേർക്കാം. ഇതിലേക്ക് ചുവന്നുള്ളിയും ചേർക്കാം. ബാക്കിയുള്ള ചുവന്നുള്ളിയും തേങ്ങക്കൊത്ത് നീക്കി വയ്ക്കുക. ഇത് രണ്ടും കൂടിയിട്ട് ഇതിനകത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ
അപ്പോൾ കലത്തപ്പം ഉണ്ടാക്കാനുള്ള ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഈ കലത്തപ്പം ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഒന്നല്ലെങ്കിൽ കുക്കറിലേക്ക് ഒഴിച്ചിട്ട് കുക്കറിലിട്ടിട്ട് കലത്തപ്പം ചുട്ടെടുക്കുക. ഞാനിവിടെ കുക്കറിലല്ല ഒഴിക്കുന്നത്. കുക്കറിൽ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അത് റെഡി ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നി. അപ്പോൾ ഞാനിവിടെ നല്ല കട്ടിയുള്ള ഒരു പാനിലേക്കാണ് ഈ മാവ് ഒഴിച്ചിട്ടാണ് മാവ് ചുട്ടെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കുക്കറിൽ വേണമെന്നുണ്ടെങ്കിൽ കുക്കറിലും ഒഴിക്കാം. പിന്നെ കുക്കറിലായിരുന്നാലും നല്ല കട്ടിയുള്ള പാനിലായിരുന്നാലും ഈ കലത്തപ്പം നമ്മൾ ചുട്ടെടുക്കുമ്പോൾ അതിൻ്റെ അടിയിൽ വേറൊരു പാൻ വെച്ചിട്ട് ഏറ്റവും ആദ്യം നന്നായിട്ട് ചൂടാക്കണം. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് വേണം, കുക്കറിലാണെങ്കിൽ കുക്കർ വയ്ക്കുക, അല്ലെങ്കിൽ പാനിലാണെങ്കിൽ പാൻ വയ്ക്കുക. അല്ലെങ്കിൽ കുക്കറിലേക്ക് വയ്ക്കുമ്പോൾ പ്രത്യേകിച്ച് നിങ്ങൾ ശ്രദ്ധിക്കണം, കുക്കറിനൊക്കെ അടി ഭയങ്കര കട്ടി കുറവായിരിക്കും. അപ്പോൾ ഈ കലത്തപ്പമൊക്കെ കുറച്ച് കനത്തിലാണ് നമ്മൾ ചുട്ടെടുക്കുന്നത്. അപ്പോൾ നേരിട്ട് ഫ്ലെയിമിലേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നാലും ഈ കലത്തപ്പത്തിൻ്റെ അടി കരിഞ്ഞു പോകും, നമുക്ക് നല്ല കളറിൽ കലത്തപ്പം കിട്ടില്ല. അപ്പോൾ എപ്പോഴും വെക്കുമ്പോൾ അതിൻ്റെ അടിയിൽ ഒരു ബേസ് വെച്ചിട്ട് ആ ബേസ് നന്നായിട്ട് ചൂടാക്കണം. അതിൻ്റെ മുകളിലേക്ക് വേണം കുക്കറോ അല്ലെങ്കിൽ നമ്മൾ പാനിലാണ് ചുട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പാൻ വെക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഇത് അടിയിൽ നിന്ന് മൊരിഞ്ഞ് വരുമ്പോഴേക്കും മുകളിൽ മൊരിഞ്ഞ് തുടങ്ങുമ്പോഴേക്കും അടിയിൽ കരിഞ്ഞു പോകും. അപ്പോൾ ഒരു സമയത്ത് നിങ്ങൾ എന്തും അതേപോലെ ഇങ്ങനെ കട്ടിയുള്ള എന്ത് സാധനവും നിങ്ങൾ പാനിൽ വെച്ചിട്ട് ഇതേപോലെ ചുട്ടെടുക്കുമ്പോൾ എപ്പോഴും അടിയിലൊരു ബേസ് വെച്ച് കൊടുക്കണം. അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സമയത്തും അത് കരിഞ്ഞ് കിട്ടില്ല, നല്ലൊരു ഗോൾഡൻ കളറിൽ മൊരിഞ്ഞ് കിട്ടും. നമ്മൾ ഒഴിക്കണ പാൻ്റെ വലിപ്പം അനുസരിച്ചിരിക്കും എന്തോരം ബാറ്റർ ഒഴിക്കണമെന്നുള്ളത്. അപ്പോൾ കുക്കറിലേക്ക് ആണെങ്കിൽ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന കുക്കറിലേക്ക് ആണെങ്കിൽ ചിലപ്പോൾ ഈ ബാറ്റർ മുഴുവനും ആവശ്യം ഉണ്ടാവില്ല. ഇത് വെച്ചിട്ട് ചിലപ്പോൾ നമുക്ക് 2 കലത്തപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അത് നിങ്ങളെടുക്കുന്ന പാത്രത്തിൻ്റെ അളവ് അനുസരിച്ചിട്ടിരിക്കും. കലത്തപ്പം ഉണ്ടാക്കുമ്പോൾ ഒരുപാട് കനം കുറച്ചിട്ട് ഉണ്ടാക്കുകയും ചെയ്യരുത്, നല്ല കനത്തിലുണ്ടാക്കുകയും ചെയ്യരുത്, ഒരു മീഡിയം കനത്തിലുണ്ടാക്കാം. അപ്പോൾ അത് നിങ്ങളുടെ പാത്രത്തിൻ്റെ വലിപ്പം അനുസരിച്ചിട്ട് നിങ്ങളതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ പാത്രത്തിൻ്റെ വലിപ്പം കൂടുന്തോറും കലത്തപ്പം മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് സമയത്തിലും ചെറിയ വ്യത്യാസം വരും. ഞാനിവിടെ ഇതേപോലത്തെ നല്ല കട്ടിയുള്ള പാനാണ് എടുത്തേക്കുന്നത്. നിങ്ങളുടെ അടുത്ത് നല്ല കട്ടിയുള്ള പാൻ ഉണ്ടെങ്കിൽ നല്ല കട്ടിയുള്ള പാൻ എടുക്കുക. പിന്നെ അടിയിൽ നമ്മൾ ബേസ് വെച്ചിട്ട് ഉണ്ടാക്കുമ്പോൾ പാന് കുറച്ച് കട്ടി കുറഞ്ഞാലും കുഴപ്പമില്ല, അത് അടിയിൽ എന്തായിരുന്നാലും പിടിക്കില്ല. അപ്പോൾ ഇതിലേക്ക് ഞാനിവിടെ തേങ്ങക്കൊത്തും പിന്നെ ചുവന്നുള്ളിയും കൂടിയിട്ട് വറുത്ത് വെച്ചിരുന്ന വെളിച്ചെണ്ണ ബാക്കിയുണ്ട്, അത് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് വേറെ കുറച്ച് എക്സ്ട്രാ വെളിച്ചെണ്ണയും കൂടിയിട്ട് ചേർക്കാം. നെയ്യ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നെയ്യ് ചേർക്കാം, പക്ഷേ എനിക്ക് വെളിച്ചെണ്ണയുടെ ടേസ്റ്റിന് കുറച്ചും കൂടി ഇഷ്ടം. ഇത് മുരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ആയിരുന്നാലും നെയ്യ് ആയിരുന്നാലും കുറച്ച് കൂടുതൽ വേണം, അപ്പോഴായിരിക്കും അത് നന്നായിട്ട് മുരിഞ്ഞ് വരാം. ഇത് പാത്രത്തിൻ്റെ എല്ലായിടത്തും ഇങ്ങനെ ഒന്നാക്കാം, ചിറ്റിച്ച് കൊടുക്കാം. അതിൻ്റെ സൈഡിലേക്കും ഒന്ന് ചിറ്റിച്ചിട്ട് കൊടുക്കണം, കാരണം ഈ മാവ് നമ്മൾ കുറച്ച് കനത്തിലാണ് കോരി ഒഴിക്കുക. ഈ പാനിലേക്ക് മാവ് ഒഴിക്കുക. ഇതിങ്ങനെ മാവ് ഒഴിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ആ ഒഴിച്ചേക്കണ വെളിച്ചെണ്ണ ഈ മാവിൻ്റെ മുകളിൽ ഇതേപോലെ വന്ന് നിൽക്കണം, അപ്പോഴായിരിക്കും ആ മുകളിലും നന്നായിട്ട് മുരിഞ്ഞ് കിട്ടുക. ഇതിന് ബേസായിട്ട് ഇതേപോലത്തെ നല്ല കട്ടിയുള്ള ഒരു പാൻ എടുത്തിട്ടുണ്ട്. എടുക്കുമ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാൻ എടുക്കരുത്. ഈ പാൻ നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നന്നായിട്ട് ചൂടാക്കണം. ഒരു 5 മിനിറ്റ് ആകുമ്പോഴേക്കും ഈ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ടാവും. നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ കലത്തപ്പത്തിൻ്റെ പാൻ വെക്കണം. അപ്പോൾ ഈ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് ഈ കലത്തപ്പത്തിൻ്റെ പാൻ വയ്ക്കാം. ഈ കലത്തപ്പത്തിൻ്റെ പാൻ വെച്ച് കഴിഞ്ഞിട്ടും ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നന്നായിട്ട് ചൂടാവണം. അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഈ പാനും നന്നായിട്ട് ചൂടായിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഈ കലത്തപ്പം ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട്. ഈ കലത്തപ്പം റെഡി ആയിട്ട് വരാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം കൂടുതലെടുക്കും, ഒരു 45 മിനിറ്റിൻ്റെ അടുത്തെടുക്കും ഈ കലത്തപ്പം നന്നായിട്ട് മുരിഞ്ഞ് വരാൻ വേണ്ടിയിട്ട്. അത് ഇടയ്ക്ക് നിങ്ങൾക്ക് തുറന്നിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് നന്നായിട്ട് മുരിഞ്ഞിട്ട് വരണം. അപ്പോൾ ഇതേപോലെ അടിയിൽ ബേസ് വെച്ചേക്കണേനും സമയം കുറച്ച് കൂടുതലെടുക്കും. കലത്തപ്പത്തിൻ്റെ പാൻ വെച്ച് കഴിഞ്ഞിട്ടും ഞാനിവിടെ 5 മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ചൂടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കലത്തപ്പത്തിൻ്റെ പാനും നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ വയ്ക്കാം. കലത്തപ്പം ചെറുതായിട്ടൊന്ന് മുരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ബാക്കിയുള്ള ചുവന്നുള്ളിയും തേങ്ങക്കൊത്തും ചേർക്കാം. ഇത് മൂടി വയ്ക്കാം. ഇതിൻ്റെ മുകളിലേക്ക് നന്നായിട്ട് മുരിഞ്ഞ് വരണം. ഇതിൻ്റെ സൈഡൊക്കെ നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്ക് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ ഈ കലത്തപ്പം സൈഡിലും മുകളിലേക്കും ചെറുതായിട്ട് മുരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഈ കലത്തപ്പത്തിൻ്റെ നടുക്കും കുറച്ചും കൂടി ഒന്ന് മുരിയാനുണ്ട്. ഇപ്പോൾ കലത്തപ്പം നന്നായിട്ട് മുരിഞ്ഞ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്.
അത് റെഡി ആയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്, എന്നാലും ഇതിൻ്റെ മുകളിൽ നോക്കുമ്പോൾ നമുക്ക് അറിയാൻ വേണ്ടി പറ്റും. ഇതിൻ്റെ മുകളിലേക്ക് നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഇതേപോലെ ഒരു ടൂത്ത് പിക്ക് എടുത്തിട്ട് അതിൻ്റെ സെൻറ്ററിലൊന്ന് കുത്തി നോക്കാം. അപ്പോൾ അത് ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഈ കലത്തപ്പം റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ സ്റ്റിക്ക് ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കലത്തപ്പം റെഡി ആയിട്ടുണ്ട്. ഈ കലത്തപ്പം ഞാനിവിടെ ഇതേപോലെ മൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു 1 hour എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇതിലും ചെറിയ അപ്പമായിട്ടാണ് ഉണ്ടാക്കണേ. കലത്തപ്പം ഇത്രയും ബാറ്ററി വെച്ചിട്ട് 2 കലത്തപ്പമായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ഇത്രയ്ക്ക് സമയം എടുക്കില്ല. പക്ഷെ ഞാനിതിവിടെ ഉണ്ടാക്കിയത് കുറച്ച് വലിയ ടൈപ്പ് കലത്തപ്പമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇത് മൊരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് 1 മണിക്കൂർ എടുത്തു. അതിൽ നിന്ന് പെട്ടെന്ന് വിട്ടു പോരാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ സൈഡ് ഇതേപോലെ ഒന്ന് വിരിയിച്ചിട്ട് കൊടുക്കാം. നമ്മൾ കുക്കറിൽ വെച്ച് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കുക്കർ കുറച്ച് ഡീപ്പായതുകൊണ്ട് അതെനിക്ക് ഇടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പാടാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇതേപോലെ പരന്നിട്ടുള്ള പാനിൽ വെച്ച് ഉണ്ടാക്കുന്നതാണ് എളുപ്പം. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾ ചെയ്യാം. ഇതേപോലെ ഒരു പാത്രം വെച്ചിട്ട് ഇതിങ്ങനെ കമത്തിയിട്ടെടുക്കുക. ഇതിപ്പോൾ കലത്തപ്പം കമത്തിയെടുത്തപ്പോൾ കലത്തപ്പത്തിൻ്റെ അടിഭാഗമാണിത്. ഗോൾഡൻ കളറിലാണ് ഇരിക്കുന്നത്. ഈ കലത്തപ്പം നല്ല സോഫ്റ്റായിട്ടിരിക്കുന്ന കലത്തപ്പമാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമാകും. ഇപ്പോൾ കലത്തപ്പം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഇതേപോലെ നല്ല സോഫ്റ്റായിട്ടിരിക്കുക ഈ കലത്തപ്പം.